എങ്ങനെയാണ് ഈ നിശബ്ദ പ്രചരണം? ഒത്തിരി വേഗം കുറച്ച് നടക്കാം, എനിക്ക് അങ്ങടെ അത്ര വേഗത്തിൽ നടക്കാൻ പറ്റില്ല. മത്സരത്തെ ഇങ്ങനെ വേഗം കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ ഒപ്പം എത്താൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ നിർബന്ധം തന്നെ തെരഞ്ഞെടുപ്പിൽ, അല്ലേ? ഞാൻ അങ്ങയുടെ ഒരു എതിരാളിയല്ലല്ലോ, അതുകൊണ്ട് അതെനിക്കറിയാം. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം? നാളെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ്. പരമാവധി ആളുകളിലേക്ക് എത്തുകയാണ്, നേരിട്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസവും അത് തന്നെയാണ് ചെയ്തത്. ഇപ്പൊ നിങ്ങളിലൂടെയും ഇപ്പം പഴയ കാലം പോലെയല്ല. ഇപ്പൊ നിശബ്ദ പ്രചരണത്തിന് പഴയ കാലത്ത് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പം സത്യം പറഞ്ഞ ഇപ്പൊ നിശബ്ദ പ്രചരണത്തിന്റെ പ്രസക്തി തന്നെ വളരെ കുറവാണ്. ഇപ്പൊ ഇത് നോക്കി ഇപ്പൊ ഇതിപ്പം എത്രയോ പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിശബ്ദ പ്രചരണത്തിന്റെ പ്രസക്തി കുറവാണ്. പരമാവധി ആളുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. പല വിഷയങ്ങളുണ്ടായി. അവസാനം ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഇരട്ട വോട്ട് വിഷയത്തിലാണ്. പിന്നെ ഇരട്ട വോട്ടർമാരെ തടയേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്, അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ അത് ചെയ്യാൻ കഴിയുക സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പുകമറ സൃഷ്ടിക്കുന്നത്, ഇപ്പം മന്ത്രി രാജേഷൊക്കെ പറഞ്ഞു ഞങ്ങൾ തടയും. ഇപ്പോൾ വ്യാജ വോട്ടർമാരാരെങ്കിലും വരികയാണെങ്കിൽ പോളിംഗ് ബൂത്തിലിരിക്കുന്ന ആളുകൾ തന്നെ തടയും. പക്ഷേ മന്ത്രി ഇങ്ങനെ തടയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തോ ഭീകരാന്തരീക്ഷമുണ്ട് എന്ന് സൃഷ്ടിച്ച് പാലക്കാടുകാരൊന്ന് പേടിപ്പിക്കാൻ നോക്കുകയാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് മന്ത്രി ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പാലക്കാടുകാർ മന്ത്രി അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അങ്ങനെ പേടിക്കുന്ന ആളുകളല്ല പാലക്കാടുകാർ. പരാമർശമൊക്കെ ശ്രദ്ധിച്ചിരുന്നല്ലോ. മുഖ്യമന്ത്രി ഇവിടെ BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണല്ലോ വന്നത്. അതല്ലെങ്കിൽ BJP പരാജയപ്പെടുത്താൻ വരുന്ന മുഖ്യമന്ത്രി എന്തിനാ പാണക്കാട് തങ്ങളെ കടന്നാക്രമിക്കുന്നത്? അതും വർഗീയ ചൊവ്വയോടെ. പൊളിറ്റിക്സ് അല്ലല്ലോ പറഞ്ഞത്. വർഗീയ ചൊവ്വയുടെ കടന്നാക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ ഒന്ന് ഉരസി നോക്കിയപ്പോൾ ഉള്ളിലെ സംഘപരിവാറുകാരൻ പുറത്തിയാടിയതാണ്. CPM പറയുന്നത് സന്ദീപ് നിങ്ങളുടെയിലേക്ക് വന്നു, പക്ഷേ അദ്ദേഹം RSS ബന്ധം വിച്ഛേദിച്ചിട്ടല്ല വന്നതെന്ന് പറഞ്ഞത് തന്നെ നമ്മുടെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ബാലേട്ടനാണ്, അല്ലേ? അവസാന നിമിഷം ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കും. ഭൂരിപക്ഷം ഞാൻ പറയുന്നില്ല, അത് പാലക്കാട്ടെ ജനത ഒട്ടും കുറവില്ല. ഏതായാലും ഇന്നത്തെ ദിവസം രാഹുൽ എല്ലാ ദിവസവും പോലെ വലിയ കോൺഫിഡൻസിലാണ്. അവസാന ഘട്ടമായി വോട്ടുറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി. മൽഗോഷി മോഹനപ്പം, ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.